ഹായ് എവരിവൺ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആറാമത്തെ ചാപ്റ്റർ വരെയാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലുക്കിംഗ് ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു കഥ അല്ലെ, ആ ഒരു നമ്മുടെ ആലീസ് ഇൻ വണ്ടർലാൻഡിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ഒരു കഥയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അത് ഒരു അഡൽട്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്റെ ബുക്കിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഏഴാം അല്ലെ. അപ്പോൾ ഈ ഏഴാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ കുട്ടികളുടെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ മുതിർന്നെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അഡൽട്ട് വരും അല്ലെ, അല്ലെങ്കിൽ ഒരു അഡോളസെന്റ് പീരീഡ് വരും. അതായത് ഒരു കൗമാരക്കാരായിട്ടുള്ള ഒരു 12 മുതൽ 18 വയസ്സ് വരെയൊക്കെയുള്ള പ്രായമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ ലിറ്ററേച്ചർ. ആ ഒരു പ്രായക്കാർക്ക് വായിക്കാനും മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സെക്ഷൻ ഓഫ് റൈറ്റിംഗ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ഏത് ചാപ്റ്റർ ആണ്? നമ്മൾ ഏഴാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക, ഈ ഒരു ചാപ്റ്റർ ആണ് യങ് അഡൾട്ട് ഫിക്ഷൻ അല്ലെ. അതായത് കൗമാരക്കാരായിട്ടുള്ള അതുപോലെ കുറച്ചും കൂടെ പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥകൾ. അപ്പോൾ അങ്ങനെ ഒരു റൈറ്റിംഗ്സിൽ എസ്പെഷ്യലി നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റിംഗ്സ് ഫ്രം ശ്രീലങ്ക അല്ലെ. നമ്മുടെ ശ്രീലങ്ക നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ് അല്ലെ. അപ്പൊ ശ്രീലങ്കയിൽ നിന്ന് ഉള്ള ഒരു എഴുത്തുകാരനും അദ്ദേഹത്തിന്റെ ഒരു റൈറ്റിംഗ്, അദ്ദേഹം എഴുതിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഈ യങ് അഡൾട്ട് ലിറ്ററേച്ചർ അല്ലെങ്കിൽ അഡോളസെന്റ് ലിറ്ററേച്ചർ എന്തൊക്കെയാണ്, ഏത് വർക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഏതിനെ കുറിച്ചാണ് പറയുന്നത്? യങ് അഡൾട്ട് ലിറ്ററേച്ചർ, ഇറ്റ് ഫോർ ആൻഡ് അബൌട്ട് അഡോളസെൻസ്. ഇറ്റ് ടാക്കിൾസ് ദ ഡിഫിക്കൽട്ട് ആൻഡ് ഓഫൻ ടൈംസ് അഡൾട്ട് issues that arise during an adolescent journey towards identity. അപ്പൊ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ഈ ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്റെ കഴിഞ്ഞ് നമ്മൾ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ള കുറച്ച് ബുക്സുകൾ അല്ലെ. അത് എന്തിനെ ഉദ്ദേശിച്ചാണ്? ആൻഡ് അബൌട്ട് അഡോളസെന്റ്, അത് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ തന്നെയായിരിക്കും അതിനകത്ത് ഹീറോസ് ഒക്കെ ആയിട്ട് വരിക. ഇറ്റ് ടാക്കിൾസ് ദ ഡിഫിക്കൽട്ട് ആൻഡ് ഓഫൺ ടൈംസ് അഡൾട്ട്, അത് എന്തിനെ കുറിച്ചാണ്? അവരുടെ ആ ഒരു പ്രായത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡന്റിറ്റി അല്ലെ, നമ്മൾ എന്താണ്, ഞാൻ എന്താണ്, എന്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ അവർ തിരിച്ചറിയുന്ന ഒരു പ്രായം കൂടിയാണ് ഈ ഒരു അഡോളസെന്റ് പീരീഡ് അല്ലെ. അപ്പൊ അവര് ആ ഒരു തിരിച്ചറിവിലേക്ക് കൂടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഈ ഒരു അഡോളസെന്റ് പീരീഡ് നമ്മളെന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ജോണറിലുള്ള വർക്കുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. യങ് അഡൾട്ട് ഫിക്ഷൻ ഇൻക്ലൂഡ്സ് ഐക്കോണിക് വർക്ക്സ് ലൈക്ക് ഹാരി പോട്ടർ. അപ്പൊ നമുക്ക് ഈ ഒരു കാറ്റഗറിക്ക് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ കുറച്ച് വർക്കുകളൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പൊ ഈ വർക്കുകളുടെ ഒരു പേര് അതൊക്കെ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടും എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ എന്താണ് യങ് അഡൾട്ട് ഫിക്ഷൻ ഇൻക്ലൂഡ്സ്? അപ്പൊ ആ ഒരു വർക്ക് ജോണറിൽ ഉൾപ്പെടുന്ന വർക്കുകൾ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഹാരി പോട്ടർ സീരീസ് അല്ലെ. ഹാരി പോട്ടർ നമുക്കറിയാം അല്ലെ, നമ്മളൊരു കാറ്റഗറി, നമ്മുടെ ഒരു 12 തൊട്ട് 18 വയസ്സ് ആ ഒരു കാറ്റഗറിയിലെ കുട്ടികൾക്ക് വളരെയധികം അല്ലെ, വളരെ പോപ്പുലർ ആയിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ട് അറ്റൻഷൻ കിട്ടിയിട്ടുള്ളതാണ് ഹാരി പോട്ടർ സീരീസ്. അപ്പൊ പിന്നെ അടുത്ത എന്താണ്? ദ ഹങ്കർ ഗെയിംസ് സീരീസ് ആൻഡ് ദ പെർക്ക് ഓഫ് ബീയിങ് എ wallflower. Study finds that 55% of the readers of this type of literature are 18 years or older, while the largest demographic of readers came from the 30 to 44 age group. അപ്പോൾ ഒരു 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇത് എഴുതിയിട്ടുള്ളതെങ്കിലും ഇതിൽ കൂടുതലായിട്ടും റീഡേഴ്സ് ഉള്ളതും എന്തിനാണ്? ഈ ഒരു കാറ്റഗറിക്ക് ഒരു 30 തൊട്ട് 44 വയസ്സ് വരെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും എന്താണ് ഈ പറയുന്ന ഈ ഒരു അഡൾട്ട് ലിറ്ററേച്ചറിന്റെയും ഒക്കെ ഭയങ്കര റീഡേഴ്സ് ആണ് അല്ലെ, അവർ അതിന്റെ ഫാൻസ് ആണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ നമുക്കൊരു റീഡർ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അപ്പോൾ ഒരു 12 തൊട്ട് 18 വയസ്സ് വരെ ഉദ്ദേശിച്ചാണെങ്കിലും ബിയോണ്ട് ദാറ്റ് 18 കഴിഞ്ഞിട്ട് ഒരു 30 to 44 ഗ്രൂപ്പ് റേഞ്ചിലുള്ള ആളുകൾ വരെ ഇതിലെ റീഡേഴ്സ് ആണ്. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ എക്സാമിൻ സെൽവദുരൈസ് നോവൽ ഫണ്ണി ബോയ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ശ്രീലങ്കൻ റൈറ്റിംഗ്സ് അല്ലെ, ശ്രീലങ്കയിലെ ഒരു ചരിത്രവും അവിടുത്തെ ഒരു വർക്കുകള്, കുറച്ച് വളരെയധികം വർക്കുകളുടെ പേരും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ
അവരുടെ ഒരു ചരിത്രവും അവരുടെ ഒരു വർക്കിനെ കുറിച്ചുള്ള ഒരു കാര്യവുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുക. അപ്പൊ ആരുടെ നോവലാണ്? ഫണ്ണി ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽവദുരൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ ഒരു തമിഴ് അല്ലെങ്കിൽ ശ്രീലങ്കൻ റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ നോവലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, വിച്ച് കംസ് അണ്ടർ യങ് അഡൽട്ട് ലിറ്ററേച്ചർ. അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ ഒരു യങ് അഡൽട്ട് ലിറ്ററേച്ചറിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ യങ് അഡൽട്ട് ഫിക്ഷൻ എന്താണെന്ന് നോക്കാം അല്ലെ. അപ്പൊ ഈ ഒരു യങ് അഡൽട്ട് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, ഏത് കാറ്റഗറിയിലുള്ള ആളുകളെ ഉദ്ദേശിച്ചാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ ഒരു നമ്മൾ ഈ ഒരു ഹെഡിങ്ങിന്റെ അടിയിൽ ഫുൾ വരുന്നത് കുറേ എക്സാമ്പിളുകളാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ വർക്കുകളാണ്, ആരൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, പബ്ലിഷ് ചെയ്ത ഇയേഴ്സ്, അതൊക്കെയാണ് ഈ ഒരു സെക്ഷൻ അടിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളത് ജസ്റ്റ് റീഡ് ചെയ്ത് പോകുക അല്ലെ. കാരണം ഇതിന്റെ റൈറ്റിംഗ്സും അല്ലെങ്കിൽ ഇത് ആരാണ്, ഹു ഈസ് ദ ഓതർ, അല്ലെങ്കിൽ വിച്ച് വർക്ക് ഹി പബ്ലിഷ്, അല്ലെങ്കിൽ വിച്ച് ഇയർ എന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയണം. കാരണം ഇതിനകത്ത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആരാണ് എഴുതിയത്, ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തത് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷനിൽ മുഴുവൻ റൈറ്റിംഗ്സും അതിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷനും ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവാം. യങ് അഡൽട്ട് ലിറ്ററേച്ചർ ഈസ് റിട്ടേൺ ആസ് റിയലിസ്റ്റിക് ഫിക്ഷൻ, ഫാന്റസി, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, മിസ്റ്ററി ആൻഡ് മെമ്മോയർ. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു യങ് അഡൽട്ട് ഫിക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കും ഇത് എഴുതിയിട്ടുള്ളത് ഫുള്ളായിട്ടും ഒരു മിസ്റ്ററി അല്ലെ. അതായത് ഒരു നമ്മള് ഒരു ഹൊറർ ത്രില്ലർ ഒക്കെ പോലെ എന്തോ ഒരു സംതിങ് മിസ്സിങ്, നമുക്ക് വാട്ട് ഈസ് കമ്മിങ് നെക്സ്റ്റ് എന്ന് വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ അല്ലെ. അങ്ങനെ നോവൽസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ നെക്സ്റ്റ് മെമ്മോയർ എന്ന് പറയും അല്ലെ, ഒരു ഓർമ്മക്കുറിപ്പൊക്കെ പോലെ അല്ലെ, അവരുടെ ഒരു ലൈഫിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ അല്ലെ, നമുക്ക് ഇമാജിനേഷൻ ആണ് ഫിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇമാജിനേഷനോട് ഉള്ളത് കൊണ്ടാണ് അല്ലെ. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ നമ്മുടെ ഈ ബാഹുബലി അങ്ങനെയുള്ള കഥകളൊക്കെ പോലെ കുറച്ച് ഫിക്ഷൻ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഹിസ്റ്ററി, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കും. അങ്ങനെയുള്ള എല്ലാ ജോണറിലുള്ള വർക്കുകളും എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു അഡൽട്ട് ഫിക്ഷനിൽ, അഡൽട്ട് ഫിക്ഷൻ അല്ലെങ്കിൽ യങ് അഡൽട്ട് ലിറ്ററേച്ചർ എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഫോർ ആൻഡ് അബൌട്ട് ടീൻസ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഏത് കാറ്റഗറിയാണ്, നമ്മൾ പറഞ്ഞു അല്ലെ, ടീനേജിനെ അല്ലെങ്കിൽ അഡോളസന്റ് പീരീഡിനെയാണ് ഈ ഒരു യങ് അഡൽട്ട് ലിറ്ററേച്ചർ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ചിൽഡ്രൻസ് ആൻഡ് അഡൽട്ട് ബുക്സ്. അതുപോലെ തന്നെ ഒരു കുട്ടികളുടെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ കുട്ടികൾ വായിക്കേണ്ട ഒരു ജോണർ ഓഫ് ബുക്സിന്റെ ഒരു അതിർവരമ്പ് നമ്മുടെ എവിടെ ആരംഭിക്കുന്നു, നമ്മുടെ ഈ ഒരു അഡൽട്ടിന്റെ അവിടെ നിന്ന് ആരംഭിക്കും അല്ലെ. അപ്പൊ അവിടെ വരെയാണ് കുട്ടികളുടെ ലിറ്ററേച്ചറിനുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് എന്താണ്, നമ്മുടെ അഡൽട്ട് ലിറ്ററേച്ചർ. അപ്പൊ അതിന്റെ ഒരു കാറ്റഗറി, ഒരു എന്താണ് പറയുക, ഒരു ബൗണ്ടറി തീരുമാനിക്കുന്നത് നമ്മുടെ ഒരു അഡൽട്ട് ലിറ്ററേച്ചർ ഓഫ് ബുക്സ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ എന്താണ്, ഇറ്റ് മേ സബ് ഡിവൈഡഡ് ആസ് റൊമാൻസ്, പാരാനോർമൽ, മിസ്റ്ററി, ഹൊറർ ആൻഡ് ലിറ്റററി ഫിക്ഷൻ. അതുപോലെ തന്നെ ഈ ഒരു അഡൽട്ട് ലിറ്ററേച്ചറിനെ നമുക്ക് എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്യാം, മെയിൻ ആയിട്ടും ഇതിനകത്ത് മിസ്റ്ററി വരുന്നുണ്ട് അല്ലെ. ഹൊറർ ഒക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോണറിലുള്ള ബുക്സുകളാണ് അല്ലെ. അപ്പൊ ഇതും ഈ ഒരു റൊമാൻസ്, മിസ്റ്ററി, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ്, ലിറ്റററി ഫിക്ഷൻ, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ബുക്സ് നമുക്ക് ഈ ഒരു അഡൽട്ട് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ യങ് അഡൽട്ട് ഫിക്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു ഫീച്ചർ എന്താണ് ഇതിന്റെ, ഇറ്റ് ഈസ് ഫോർ റീഡേഴ്സ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 12 and 18 ഇയേഴ്സ്. മെയിൻ ആയിട്ടും ഏത് കാറ്റഗറി ഓഫ് ഗ്രൂപ്പ് റീഡേഴ്സിനെ എയിം ചെയ്തിട്ടാണ്, 12 to 18 അല്ല, ഒരു 12 തൊട്ട് 18 ഏജ് ഓഫ് കാറ്റഗറി ഒരു സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു കുട്ടികൾ അങ്ങനെയുള്ളൊരു ചെയ്തിട്ടാണ് ഈ ഒരു ഫിക്ഷൻ ഉള്ളത്. പിന്നെ അവസാനമായിട്ടുള്ള ഒരു ഫീച്ചറും കൂടെ ഉണ്ട്, എന്താണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡീക്രമേറ്റിംഗ് ലൈൻസ് ബിറ്റ്വീൻ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്റെ ഒരു അതിർവരമ്പ് തീരുമാനിക്കുന്നത് ഈ യങ് അഡൽട്ട് ലിറ്ററേച്ചറിന്റെ സ്റ്റാർട്ടിങ്ങോട് കൂടിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു യങ് അഡൽട്ട് ലിറ്ററേച്ചറിന്റെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ട്രേസിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് YA ഫിക്ഷൻ. YA എന്ന് വെച്ചാൽ യങ് അഡൽട്ട് ഫിക്ഷൻ ആണ് കേട്ടോ, അത് ഷോർട്ട് ആക്കി കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് പരിശോധിക്കണം അല്ലെ. കാരണം നമ്മൾ അഡൽട്ട് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന വർക്ക് മാത്രം നമുക്ക് പഠിച്ചാൽ പോരാ അല്ലെ. കാരണം അതിന്റെ ഒരു ഡെവലപ്മെന്റ് നമുക്കറിയണം അല്ലെ, എവിടെ നിന്ന് വന്നു, എങ്ങനെ പതുക്കെ പതുക്കെ ഗ്രാജുവലി ഇറ്റ് ബിക്കം
ഹൗ ഇറ്റ് ബിക്കം ഡെവലപ്ഡ് അല്ലെ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ദ ഹിസ്റ്ററി ഓഫ് യങ് അഡൽട്ട് ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ജി സ്റ്റാൻലി ഹോൾ. അപ്പോൾ നമ്മൾ ഈ യങ് അഡൽട്ട് ലിറ്ററേച്ചറിന്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുന്ന ആരാണ്? ജി സ്റ്റാൻലി ഹോളിനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ജോണർ ഓഫ് റൈറ്റിംഗ്സിൽ നമ്മൾ പരിചയപ്പെടുന്ന ഓതർ. ഓക്കെ, who devoted his study in understanding the adolescent development. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഈ ഒരു അഡോളസെന്റ് പീരീഡ് അല്ലെ, നമ്മൾ പറഞ്ഞു ആ ഒരു 12 തൊട്ട് 18 വയസ്സ് വരെയുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ മെന്റലി സൈക്കോളജിക്കൽ, അങ്ങനെ ഓൾ ഓവർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ അഡോളസെന്റ് ഹി സ്റ്റഡീഡ് വെരി വെൽ. അദ്ദേഹം നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു ജോണറിലുള്ള ബുക്കുകളൊക്കെ എഴുതാനായിട്ട് തുടങ്ങിയത്. He is considered as the father of adolescence. അദ്ദേഹം ആരായിട്ട് കണക്കാക്കപ്പെടുന്നു? നമ്മുടെ അഡോളസെൻസിന്റെ ഫാദർ ആയിട്ട് കണക്കാക്കപ്പെടുന്നു അല്ലെ. അപ്പൊ അഡോളസെന്റ് ആരാണ്? നമ്മുടെ കുട്ടികൾ അല്ലെ, 12 തൊട്ട് 18 വയസ്സ് വരെയുള്ള നമ്മുടെ ഒരു 9 അല്ലെ, 9, 10, +2 ഒക്കെ വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, he is considered as the father of adolescence because of his early interest and emphasis on this critical point in the development of children. അദ്ദേഹം കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ നന്നായിട്ട് ഒരു റിസർച്ച് പോലെയൊക്കെ അദ്ദേഹം പഠനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഈ ഒരു ജോണറിലുള്ള ലിറ്ററേച്ചറൊക്കെ അദ്ദേഹം പതുക്കെ എഴുതി തുടങ്ങിയത്. In the 1930s, Margaret A. Edward contributed significantly towards young adult fiction. അങ്ങനെ 1846 1924 കാലഘട്ടത്തിൽ ജി സ്റ്റാൻലി ഇതിന് സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ ഒരു 1930s അല്ലെ 1930 ആയപ്പോഴത്തേക്കും നമ്മുടെ ഒരു മാർഗരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓതർ, അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു റൈറ്റർ നമ്മുടെ ഈ ഒരു യങ് അഡൽട്ടിലേക്ക് വളരെയധികം കോൺട്രിബ്യൂഷൻസ് ഒക്കെ സംഭാവന ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഏത് വർക്കുകളാണ് നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. സിഗ്നിഫിക്കന്റ്ലി ടുവാർഡ്സ് യങ് അഡൽട്ട് ഫിക്ഷൻ ആസ്ട്രി അല്ലെ, മാർഗരറ്റ് കുറച്ച് വർക്കുകളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഏതാണ് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇൻ ദ 1950s, പിന്നെ അതിനുശേഷം ലേറ്റർ 1950s 1950 ആയപ്പോഴത്തേനും J.D. Salinger's novels The Gather in the Rye 1950 became an anthem for the young adult readers. ഇങ്ങനെ 1950 ഒക്കെ ആയപ്പോഴത്തേനും നമ്മുടെ ഒരു യങ് അഡൽട്ട് ലിറ്ററേച്ചറിന്റെ ഒരു എന്താണ് എല്ലാവരും ഏറ്റെടുത്ത് പാടുന്ന ഒരു ഗാനം പോലെ അല്ലെ, നമ്മുടെ ഒരു പാട്ടിട്ടുണ്ടെങ്കിൽ അത് പോപ്പുലർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വൈഡലി അക്സെപ്റ്റ് ചെയ്യും അല്ലെ. അതുപോലെ ആയി ഏത് റൈറ്റ് നമ്മുടെ ഈ ഗ്യാദർ ഇൻ ദ റൈ എന്ന് പറയുന്ന ഈ ഒരു വർക്ക് അത് വളരെ പോപ്പുലർ ആയിട്ട് മാറി. ഫോളോയിങ് ദ പോപ്പുലാരിറ്റി ഓഫ് ദ ഗ്യാദർ ഇൻ ദ റൈ, അങ്ങനെ ഈ ഒരു ഗ്യാദർ ഇൻ ദ റൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വർക്കിന്റെ ഭയങ്കരമായിട്ടുള്ള സക്സസിന് ശേഷം this category started emerging with the writings of Mary Stolz. അതിനുശേഷം ഈ ഒരു യങ് അഡൽട്ട് ലിറ്ററേച്ചറിലേക്ക് ഒരുപാട് വർക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് റൈറ്റേഴ്സ് എഴുതി തുടങ്ങി. അപ്പൊ അതിന് കാരണം എന്തായിരിക്കും? കുട്ടികളുടെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു നമ്മൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഫോളോയിങ്സ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ഫിലിം ഇറങ്ങിയാണെങ്കിൽ യങ്സ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചാണെങ്കിൽ ഒരെണ്ണം സക്സസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ കോപ്പി ചെയ്ത് 2-3 അടുപ്പിച്ചങ്ങനെ അല്ലെ. അങ്ങനെയാണ് നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ റൊമാൻസ് ആണെങ്കിൽ അതുപോലെ തന്നെ കുറെ, ഇപ്പൊ ത്രില്ലർ ഇറങ്ങിയാണെങ്കിൽ അതുപോലെ തന്നെ 2-3 അടുപ്പിച്ചിറങ്ങും. അപ്പൊ ചിലപ്പോഴൊക്കെ ഫ്ലോപ്പ് ആയിപ്പോഴും ചിലപ്പോൾ സക്സസ് ആവും. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ നോവൽസിന്റെ കാര്യത്തിൽ. ഒരാൾ ഒരെണ്ണം എഴുതി അത് ആ കുട്ടികളുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ മറ്റുള്ളവരും അതുപോലെ തന്നെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അതും കണ്ടിന്യൂസ് ആയിട്ട് സക്സസ് ആണെന്ന് കണ്ടപ്പോൾ അതിനെ ഫോളോ ചെയ്ത് ഒരുപാട് റൈറ്റേഴ്സ് പുറകെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് റൈറ്റിംഗ്സിന്റെ പേര് നമുക്ക് നോക്കാം. മേരി സ്റ്റോൾസ്, ജോൺ ട്യൂണിസ്, റോബർട്ട് കോമിയർ, അങ്ങനെ 2-3 വർക്ക്സ് റൈറ്റേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദിസ് കാറ്റഗറി സ്റ്റാർട്ടഡ് എമർജിംഗ് വിത്ത് ദ റൈറ്റിംഗ്സ് ഓഫ് മേരി സ്റ്റോൾസ്. മേരി സ്റ്റോൾസ് ഒരു വർക്ക് എഴുതി എന്നാണ് 1920 തൊട്ട് 2006 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഓക്കെ, അപ്പൊ അവരുടെ കുറച്ച് റൈറ്റിംഗ്സ് കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു യങ് അഡൽട്ട് ലിറ്ററേച്ചറെ വളരെയധികം പോപ്പുലർ ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ആരാണ്? ജോൺ ട്യൂമീസ് എന്ന് പറയുന്ന റൈറ്ററും അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സും കൊണ്ട് നമ്മുടെ യങ് അഡൽട്ട് ലിറ്ററേച്ചറിൽ കുറെ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്.
അടുത്തതായിട്ട് ആരാണ്? റോബർട്ട് കോമിയർ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട്. 1925 തൊട്ട് 2000 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാലയളവിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വളരെയധികം സംഭാവനകൾ നമ്മുടെ ഈ ഒരു യങ് അഡൽട്ട് ലിറ്ററേച്ചറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആരാണ്? സ്റ്റോൾസ് ടു ടെൽ യുവർ ലവ് എന്ന് പറയുന്ന മേരി സ്റ്റോൾസിന്റെ ഒരു റൈറ്റിംഗ് ആണ്. ടു ടെൽ യുവർ ലവ് എന്ന് പറയുന്ന വർക്ക് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്. And Leap Before You Look 1972, Tunis, The Kid from Tomskimby Brooklyn, Dragula series and Robert Pomier's Now and at the Hour 1960, A Little Raw on Monday Mornings 1963, and The Chocolate War 1974 also notable. Okay. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ ഈ ഒരു അഡൽട്ട് ലിറ്ററേച്ചറിലേക്ക് എന്തൊക്കെ സംഭാവനകളാണ് അല്ലെ, എന്തൊക്കെ റൈറ്റിംഗ്സ് ആണ് വന്നിട്ടുള്ളതെന്ന് പ്രധാനമായിട്ടും പറയുന്നതാണ് ഈ ഒരു വർക്ക് അല്ലെ, ഈ ഒരു കാറ്റഗറി ഓഫ് വർക്ക്സ്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് പ്രധാനപ്പെട്ട റൈറ്റേഴ്സിനെ കൂടി നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത് ആരൊക്കെയാണ്? അവരും എന്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു യങ് അഡൽട്ട് ലിറ്ററേച്ചറിനെ ഒന്ന് കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊണ്ട് സമ്പന്നമാക്കിയ ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അവരാരൊക്കെയാണ്? അതർ റൈറ്റേഴ്സ് ലൈക്ക് ജൂഡി ബ്ലൂംസ് അല്ലെ. ജൂഡി ബ്ലൂംസ് എന്ന് പറയുന്ന ഒരു റൈറ്റർ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കുറെ സംഭാവനകൾ തന്നിട്ടുണ്ട്. പിന്നെ ആരാണ്? എസ്.സി. ഹിൻഡൻ അല്ലെ. എസ്.സി. ഹിൻഡൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട്. ആൻഡ് പോൾ സിൻഡേൽ ഫോളോ ദ ഫുട് സ്റ്റെപ്സ് ഓഫ് കോമിയർ. അപ്പൊ ഈ കോമിയർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കണ്ടു അല്ലെ, ആദ്യ കാലത്ത് തന്നെ നമ്മുടെ ആ ഒരു കാറ്റഗറിക്ക് കുറെ സംഭാവനകൾ തന്നിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ആരാണ്? പോൾ സിൻഡേൽ എന്ന് പറയുന്ന ഒരു റൈറ്റർ നമുക്ക് കുറച്ച് സംഭാവനകളൊക്കെ തന്നിട്ടുണ്ട്. ദ സെക്കൻഡ് വേൾഡ് വാർ ഓൾസോ പ്രൊവൈഡഡ് എ ഗ്രേറ്റ് ഇംപെറ്റസ് ടു യങ് അഡൽട്ട് ഫിക്ഷൻ. അപ്പൊ നമ്മുടെ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ആ ഒരു വേൾഡ് വാറും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു യങ് അഡൽട്ട് ഒരുപാട് സംഭാവനകൾ തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ വാർ മെയ്ഡ് ദ യങ് അഡൽട്ട് വാർ വെറ്ററൻസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വിമുക്ത ഭടന്മാർ അല്ലെ, അവരുടെ സംഭാവനകൾ നമുക്ക് ഈ ഒരു ഗ്രൂപ്പ്, ഈ ഒരു വർക്ക് ഓഫ് ലിറ്ററേച്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ എന്താണ്? സൈക്കോളജിക്കലി ആൻഡ് ഇമോഷണലി മെച്യൂർഡ് അല്ലെ. അവര് കുറച്ച് സൈക്കോളജിക്കലി ആൻഡ് ഇമോഷണലി മെച്യൂർഡ് ആയിട്ടുള്ള കുറച്ച് യങ് അഡൽട്ട് അല്ലെ, അവരുടെ സംഭാവനകൾ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് കുറച്ചുകൂടെ ഫേമസ് വർക്ക് ഏതൊക്കെയാണ്? ജെ.ഡി. സലിംഗേഴ്സ് ദ ഗ്യാദറിംഗ് ദ നൈറ്റ്. അത് നമ്മൾ ഏറ്റവും ആദ്യം കണ്ട ഒരു റൈറ്റിംഗ് ആണ് കേട്ടോ. ആൻഡ് എസ്.സി. ഹിൻഡൻസ് ദ ഔട്ട്സൈഡേഴ്സ് ദാറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1967. അപ്പൊ നമ്മള് ഇതൊക്കെ നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലെ, ഏതൊക്കെ റൈറ്റിംഗ്സ് ആണ്, ആരൊക്കെയാണ് പബ്ലിഷ് ചെയ്തത്, ഒരു പിടിയും കിട്ടില്ല. പക്ഷെ നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കാണ്ട് വളരെ കൂളായിട്ട് ഇന്ന് ഇത് ഒന്ന് പബ്ലിഷ് ചെയ്ത് ഇയറും റൈറ്റിംഗ്സും ഒക്കെ 2-3 പ്രാവശ്യം നമ്മൾ വായിച്ച് നമ്മുടെ മനസ്സിലത് തന്നെ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ഇത് കൂടുതലായിട്ടും വൺ വേർഡ് ആയിട്ടാണ് നമ്മളോട് ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടും. 2 പ്രാവശ്യം റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, പിന്നെ ആരുടെയാണ് ആ വർക്ക് നമുക്ക് ഓർമ്മയൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഒരുപാട് പേരും റൈറ്റേഴ്സിന്റെ പേരും ഒന്നും കണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് എന്താണ്? ദ അനോണിമസ്ലി റിട്ടൺ നോവൽ ഗോ ആസ്ക് ആലീസ് which deal with the teen drug addiction followed in the 1980s episodic series books like Sweet Valley High and Babysitter's Club reigned supreme. Later, Robert Cormier published The Chocolate War 1974 and Walter D. Myers wrote Super What They Found Love on 145th Street, Roach in Taking a Power and Pain, Teens and Guns. അപ്പോൾ ഇത്രയും റൈറ്റേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു യങ് അഡൽട്ട് ലിറ്ററേച്ചറിൽ നമുക്ക് പ്രധാനമായിട്ടും ഓർക്കാനുള്ളത്. ഈ വർക്കുകൾ നമ്മൾ ഓർക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മളോട് പറയുന്നത് നമ്മുടെ ഈ ഒരു യങ് അഡൽട്ട് ഫിക്ഷന്റെ there are 3 key differences between young adult fiction and adult fiction. നമ്മുടെ ഈ ഒരു യങ് അഡൽട്ട് ഫിക്ഷനും അതുപോലെ തന്നെ അഡൽട്ട് ഫിക്ഷനും തമ്മിൽ പ്രധാനപ്പെട്ട 3 വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും യങ് അഡൽട്ട് ഫിക്ഷൻ തന്നെയല്ലേ ഈ അഡൽട്ട് ഫിക്ഷനും നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലെ. അപ്പൊ എന്താണ് ഈ യങ് അഡൽട്ട് ഫിക്ഷൻ അല്ലെ? കൗമാരക്കാരായിട്ട് കുട്ടികളുടെ ഒരു റൈറ്റിംഗ്സ് എന്താണ്, അതുപോലെ തന്നെ അഡൽട്ട് അതിന്റെ തൊട്ട് ആയിട്ടുള്ള അഡൽട്ട് ഫിക്ഷൻ എന്താണ്, ആ 2 വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പ്രോട്ടഗോണിസ്റ്റ് ഏജ് അല്ലെ. നമ്മുടെ ഒരു കുട്ടിക്കഥയിലെ ഒരു പ്രോട്ടഗോണിസ്റ്റ് ആരാണ്? ഹീറോസ് അല്ലെ. അതിനകത്തെ മെയിൻ ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ പ്രോട്ടഗോണിസ്റ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ മെയിൻ ആയിട്ട് വരുന്ന ഈ ഒരു പ്രോട്ടഗോണിസ്റ്റിന്റെ ഏജ്
വളരെ ഡിഫറൻസ് ആയിരിക്കും ഈ രണ്ട് കഥയിലും. അതാണ് നമുക്ക് ഈ കഥകളെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം. അപ്പൊ എങ്ങനെയാണ് അതിന്റെ വരുന്നത്? യങ് അഡൾട്ട് ഫിക്ഷൻ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ പ്രോട്ടഗോണിസ്റ്റ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 15 and 19 ഇയേഴ്സ്. അപ്പൊ നമ്മള് യങ് അഡൾട്ട് ഫിക്ഷനിലാണെങ്കിൽ ഒരു 15 തൊട്ട് 19 വയസ്സ് വരെ പ്രായത്തിലുള്ള ഒരു അഡൾട്ട് അല്ലെങ്കിൽ ഒരു ആളായിരിക്കും ഇതിനകത്ത് ഹീറോ ആയിട്ട് വരിക. ഇനി അഡൾട്ട് ഫിക്ഷനിലേക്ക് വരികയാണെങ്കിലോ, വേറാസ് അഡൾട്ട് ഫിക്ഷൻ വിൽ നോർമലി ഹാവ് ഓൾഡർ പ്രോട്ടഗോണിസ്റ്റ്. അതിനകത്ത് എന്തായിരിക്കും, എങ്ങനെയായാലും ഒരു 30-40 വയസ്സായിട്ടുള്ള ഒരു ഹീറോയിനെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് അതിനകത്ത് പ്രോട്ടഗോണിസ്റ്റിന്റെ ഏജ് വെച്ചിട്ട് ഇത് ഏത് കാറ്റഗറിയാണ് നമുക്ക് ഡിഫറൻസ്. ഇനി അടുത്തായിട്ട് എന്താണ് ദ വോയിസ്, അതുപോലെ തന്നെ അവരുടെ ഒരു സംസാര രീതി അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസ്, അവരുടെ ഓരോ സിറ്റുവേഷനിലും ആ ക്യാരക്ടേഴ്സ് ഹൗ ദേ റിയാക്ട് ടു ദ സിറ്റുവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Then we can identify whether the literature അല്ലെങ്കിൽ whether the work is in fiction or young adult fiction അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ഒരു വോയിസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? The voice that come through the narrative of young adult fiction is that of young adult അല്ലെ. അപ്പൊ നമ്മുടെ ആ ഒരു നരേറ്റീവ്, അപ്പൊ ആ ഒരു സ്റ്റോറി നമ്മളോട് വിവരിച്ചു തരുന്ന ആര് തന്നെയായിരിക്കും? ആ കുട്ടികൾ തന്നെയായിരിക്കും അല്ലെ. അപ്പൊ ഞങ്ങള് ഇങ്ങനെ പോയി ഇത് എന്റെ ഒരു ഇതാണെന്ന് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ഫിലിംസിലൊക്കെ അല്ലെ. അപ്പൊ കുട്ടികളാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അവരുടെ ആ ഒരു വോയിസ് ആണ് നമ്മളോട് നരേറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു യങ് അഡൽട്ട് ഫിക്ഷനിലുള്ള ഒരു സ്റ്റോറിയിൽ ഒരു ജോണറിൽ പെട്ടതാണ്. വൈ ദ അഡൽട്ട് ഫിക്ഷൻ എങ്ങനെയായിരിക്കും? That of the young adult is that it is very true and authentic sounding voice അല്ലെ. അപ്പോൾ ഒരു അഡൽട്ട് ഫിക്ഷനിലേക്ക് വരുമ്പോൾ the narrative technique of young adult fiction would have a sense of immediacy much like the youth, whereas adult book could be more introspective and retrospective and would be written in the third person voice. അപ്പോൾ നമ്മുടെ ഈ അഡൽട്ട് ഫിക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു തേർഡ് പേഴ്സൺ നരേറ്റീവ് അല്ലെ, മൂന്നാമത് ഒരാളായിട്ട് അത് വന്ന് നരേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിൽ കൂടെ തന്നെ ആ ഒരു സ്റ്റോറിയൊക്കെ പാസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് നമുക്ക് ആ ഒരു വർക്കിൽ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെ തന്നെയാണ് ഇതൊക്കെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുക. ഇനി അടുത്ത എന്താണ്? തീംസ്. അപ്പൊ നമ്മുടെ ഈ അഡൽട്ട് ഫിക്ഷനിലും യങ് അഡൽട്ടിലും വളരെ തീംസിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? വൈ ലവ് ആൻഡ് റൊമാൻസസ് കുഡ് ബി ദ തീം ഇൻ ബോത്ത് കാറ്റഗറീസ്. അപ്പൊ രണ്ടിലും മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? ലവും റൊമാൻസും അല്ലെ. അത് മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. The manner in which it is dealt would show whether it belongs to the category of young adult fiction or adult fiction. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് നരേറ്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. കാരണം അഡൽട്ട് ഫിക്ഷനിലാണെങ്കിൽ റൊമാൻസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ വൾഗർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇപ്പൊ കപ്പിൾസിന്റെ ഒക്കെ കഥയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആ ഒരു സെക്ഷുവൽ റിലേഷനും ഇന്റിമസി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ പക്ഷെ യങ് അഡൽട്ടിലാണെങ്കിൽ നമുക്ക് റൊമാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര ഡീറ്റെയിലിംഗിലേക്ക് നമ്മൾ പോകില്ല അല്ലെ. ജസ്റ്റ് അവരുടെ ആ ഒരു ഫീലിങ്സും എക്സ്പ്രഷനും ഒക്കെ ഒന്ന് കാണിച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അങ്ങനെയാണ് സാധാരണ കാണുന്നത് അല്ലെ. പിന്നെ അടുത്തായിട്ട് എന്താണ്? ഇൻ യങ് അഡൽട്ട് ഫിക്ഷൻ either there are no sexual scenes if they are very well. അപ്പോൾ ഇനി അഡൽട്ട് ഫിക്ഷനിൽ സെക്ഷൽ സീൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം അല്ലെ. ഇനി ഇല്ലെങ്കിൽ തന്നെ അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ചെറുതായിട്ട് കാണും. whereas in adult fiction they would be more graphic അല്ലെ. പക്ഷെ അഡൽട്ട് ഫിക്ഷനിൽ കുറച്ചും കൂടെ ഗ്രാഫിക്കൽ ആയിട്ട്, അതായത് കുറച്ച് സീൻസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ആൻഡ് ഇറ്റ് വുഡ് ബി ആസ് ഓഫ് ദി കാറ്റഗറീസ് ആർ ഡിഫറെന്റ്. അപ്പൊ നമുക്ക് ഈ ഒരു വളരെ ഡിഫറെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അപ്പൊ നമ്മള് നമ്മുടെ ഈ അഡൽട്ട് ഫിക്ഷനും യങ് അഡൽട്ട് ഫിക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്തായിട്ട് നോക്കുന്നതാണ് എന്താണ് ശ്രീലങ്ക അല്ലെ. ശ്രീലങ്കൻ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുന്നതിന് കാരണം നമ്മുടെ ഈ ഒരു ടൈറ്റിലിൽ നമ്മൾ എക്സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ഒരു അഡൽട്ട് യങ് അഡൽട്ട് ഫിക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പരിശോധിക്കുന്നത് എവിടെ നിന്നുള്ള വർക്കുകളാണ്? റൈറ്റേഴ്സ് ഫ്രം ശ്രീലങ്ക, ശ്രീലങ്കയിൽ നിന്നുള്ള എഴുത്തുകാരുടെ വർക്കുകളാണ് നമ്മൾ മെയിൻ ആയിട്ടും പരിശോധിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തറിയണം? ശ്രീലങ്കയിലെ ആ ഒരു ഹിസ്റ്ററി അല്ലെ, അവരുടെ ആ ഒരു സൊസൈറ്റിയിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ, അവരുടെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വർക്ക്സുകളൊക്കെ വന്നത് എന്നൊരു കാരണം നമ്മൾ അറിയണം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനുള്ളിലേക്ക് ചാടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ നമ്മള് ശ്രീലങ്കൻ കൊളോണിയൽ ഹിസ്റ്ററി ആൻഡ് എത്നിക് കോൺഫ്ലിക്റ്റ്, അവരുടെ ആ ഒരു വർഗീയ കലാപം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൊളോണിയൽ ഹിസ്റ്ററി, അവരുടെ ആ ഒരു വളർന്നു വരുന്ന സൊസൈറ്റി, ഹൗ ഡെവലപ്പ് ആൻഡ് ഹൗ എന്താണ് അത് നമ്മുടെ സിലോൺ എന്നാണ് പറയുന്നത് അല്ലെ. ഹൗ സിലോൺ ബിക്കെയിം ശ്രീലങ്ക എന്നൊരു കാര്യമൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ് ഹിസ്റ്ററി? അപ്പൊ പാർട്സ് ഓഫ് ശ്രീലങ്ക located along the southwest border of Indian Peninsula
ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇന്ത്യൻ ഓഷ്യന്റെ എന്താണ് സൗത്ത് വെസ്റ്റിലാണ് നമ്മുടെ ഈ ശ്രീലങ്ക കിടക്കുന്നത് അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അല്ലെ, ഇന്ത്യയുടെ മാപ്പിൽ ഇങ്ങനെ അടിവശത്തായിട്ട് ഇവിടെ കേരളമുണ്ട് അല്ലെ, ഈ മൂലയ്ക്ക് കേരളമുണ്ട്, അതിന്റെ കുറച്ച് ഇപ്പുറം മാറിയാണ് ശ്രീലങ്ക ഉള്ള ചെറിയൊരു ഭാഗമായിട്ട് കിടപ്പുണ്ട്. They were occupied by the Portuguese, the Dutch and the British between 1505 and 1948. അപ്പോൾ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഓക്യുപ്പൈ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ശ്രീലങ്കയും അവർ കീഴ്പ്പെടുത്തിയിരുന്നു അല്ലെ. എങ്ങോട്ടാണ്? 1505 മുതൽ 1948 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടി അല്ലെ. അപ്പൊ അവർക്കും അത്രയും കാലയളവിൽ തന്നെ അവരും ഈ ബ്രിട്ടീഷിന്റെയും ഫ്രഞ്ചിന്റെയും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെയും ഒക്കെ അനുബന്ധത്തിൽ ആയിരുന്നു. ഇനി അതിനുശേഷം 1505 അല്ലെ, 1505 the first Portuguese fleet landed in Colombo, and by 1508 അല്ലെ 1518 they had built their first fort in Colombo. അങ്ങനെ 1505 ആദ്യമായി പോർച്ചുഗീസുകാര് ശ്രീലങ്കയിലേക്ക് എത്തി അവരുടെ ഒരു ആധിപത്യം അവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ 1518 അതിന്റെ ഭാഗമായിട്ട് അവരവിടെ ഒരു കോട്ട പണിതുകൊണ്ട് അവരുടെ ആധിപത്യം അവരവിടെ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ബൈ ദ എൻഡ് ഓഫ് 16th century അങ്ങനെ 16ാമത്തെ നൂറ്റാണ്ടായപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? പ്രോമിനന്റ് കിങ്ഡംസ് ഇൻക്ലൂഡിംഗ് കോട്ടയം, സിതവ ആൻഡ് ജഫീന വെയർ അനക്സ്ഡ് ബൈ ദ പോർച്ചുഗീസ്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഡൽഹി, ബാംഗ്ലൂർ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലെ, നമ്മുടെ പ്രധാനപ്പെട്ട സിറ്റീസ് ആണ് ഇന്ത്യയിൽ. അപ്പൊ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ശ്രീലങ്കയിലെ കുറച്ച് പട്ടണങ്ങളാണ് കോട്ടയം, സിതവോക് ആൻഡ് ജഫീന. അപ്പൊ ഈ 3 സ്ഥലങ്ങളും ആരുടെ അധീനതയിലായി? നമ്മുടെ പോർച്ചുഗീസുകാര് പിടിച്ചെടുത്തു. The Dutch East India Company arrived in early 17th century and started consolidating their power and replaced the Portuguese as colonial masters of Sri Lanka by 1656. അങ്ങനെ അതിനുശേഷം പോർച്ചുഗീസുകാർ വന്ന് അവിടെ ഇങ്ങനെ അവരുടെ കച്ചവടമൊക്കെ തുടങ്ങി, അവരിങ്ങനെ ബിസിനസ് ഒക്കെ തുടങ്ങി ഇങ്ങനെ വലുതായി വന്നപ്പോൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതല്ല ഡച്ചുകാരും പതുക്കെ എവിടേക്ക് വന്നു തുടങ്ങി? നമ്മുടെ ശ്രീലങ്കയിലേക്ക് വന്നു. അവര് 17ാം നൂറ്റാണ്ടിലാണ് ശ്രീലങ്കയിൽ എത്തുന്നത്. അവരെന്നിട്ട് എന്ത് ചെയ്തു? started consolidating their power and replaced the Portuguese as the colonial masters of Sri Lanka. അങ്ങനെ ഈ പോർച്ചുഗീസുകാർ വന്ന് അവരുടെ ആധിപത്യം സ്ഥാപിച്ചതുപോലെ നമ്മുടെ ഡച്ചുകാരും പുറകിൽ വന്നിട്ട് ചെറിയ ചെറിയ ഭരണമൊക്കെ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അറൌണ്ട് ദ പീരീഡ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെ, അങ്ങനെ 1789 ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെ, ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് സിലോൺ achieved dominant status and could elevate its own government. അങ്ങനെ സിലോണിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റിനെയൊക്കെ താഴെ കളഞ്ഞിട്ട് അവിടെ പുതിയ ഗവൺമെന്റും വന്നു തുടങ്ങി. However, it continued to be part of the British Commonwealth nations and recognized the authority of the British monarch. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ അധികാരവും കൂടി ചെറുതായിട്ട് അവിടെ വന്നു തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഓരോരുത്തരായിട്ട് പതുക്കെ അവരുടെ അധികാരങ്ങളൊക്കെ സ്ഥാപിച്ചു തുടങ്ങി. സിലോൺ became the Republic of Sri Lanka with a new constitution. അങ്ങനെ അവിടെ പുതിയൊരു ഭരണപരിഷ്കാരം ഒക്കെ വന്നു തുടങ്ങി. ശ്രീലങ്ക has an ethnic makeup of Sinhalese, Tamil and Sri Lanka was at 2011 government census shows their population size 8.2, 9.4 and 7.9% respectively. അപ്പോൾ അവരുടെ ഒരു പോപ്പുലേഷൻ സെൻസസ് ഒക്കെ അവർ സൂചിപ്പിക്കുന്നത് അവിടെ വളരെയധികം പോപ്പുലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് അല്ലെ. അപ്പൊ അവിടെ ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു ജനത എന്ന് പറയുന്നത് സിംഹാലീസ് അല്ലെ, അവിടുത്തെ ശ്രീലങ്കൻസ് ആണ് അല്ലെ. സിംഹാലീസും തമിഴന്മാരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ് നമ്മുടെ ശ്രീലങ്കയിൽ ഉള്ളത്. The ethnic conflicts between Sinhalese and the Tamils started during the formation of the first constitution. അങ്ങനെ ആദ്യമായിട്ട് അവർക്ക് ഒരു നിയമം ഒക്കെ വന്നപ്പോൾ അവിടെ ഈ തമിഴന്മാരും അതുപോലെ തന്നെ സിംഹാലീസ് നമ്മളൊരു കോൺഫ്ലിക്റ്റ് അവിടെ നമ്മളൊരു യുദ്ധമൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. The Ceylon Citizenship Act of 1948 established 2 forms of citizenship, a descent and by registration. അങ്ങനെ അവിടെ ഒരു 1948 ഒക്കെ ആയപ്പോഴത്തേക്കും ഈ മറ്റേ എന്താണ് നമ്മുടെ അധിനിവേശ ശക്തികൾ എന്ന് പറയും അല്ലെ, അതായത് പോർച്ചുഗീസും ഡച്ചും ബ്രിട്ടീഷുമാരും ഒക്കെ പതുക്കെ പിൻവാക്കി തുടങ്ങിയിരുന്നു അല്ലെ. അപ്പൊ അവരൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേനും ഇവിടെ ശ്രീലങ്കയിൽ ആൾക്കാർ ആരൊക്കെയാണെന്ന് ഒരു കോൺഫ്ലിക്റ്റ് വന്നു അല്ലെ. അതായത് അവിടുത്തെ സിറ്റിസൺഷിപ്പ് പൗരത്വം വേണം അല്ലെ, നമുക്ക് താമസിക്കണമെങ്കിൽ വേണമല്ലോ. അപ്പൊ ഒരു പൗരത്വത്തിന് വേണ്ടി അവിടെ ഒരു 2 രീതിയിലുള്ള ഒരു കാര്യത്തിലെ ബേസ് ചെയ്താണ് അവിടെ പൗരത്വം കൊടുത്തത്. ഒന്നാമതായിട്ട് എന്താണ്
ബൈ ഡിസെന്റ്, അതായത് അവിടെ വന്നു ചേർന്ന ആളുകളെ അല്ലെങ്കിൽ അവിടെ എത്തിപ്പെട്ട ആളുകൾ ഒരു കാറ്റഗറി, ആൻഡ് ബൈ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾ രജിസ്റ്റർ ചെയ്ത്, അങ്ങനെ രണ്ട് രീതിയിലാണ് അവിടെ സിറ്റിസൺഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. A majority of Tamils who had migrated from India as indentured labor for tea and coffee estate could not claim citizenship through either of these two approaches. അങ്ങനെ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കാപ്പി കച്ചവടത്തിനും അല്ലെങ്കിൽ കാപ്പിത്തോട്ടങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും ഒക്കെ പണിയെടുക്കാനായിട്ട് ചെന്നിരുന്ന തമിഴന്മാർക്കൊന്നും എന്ത് കിട്ടിയിരുന്നില്ല, ഈ രണ്ട് രീതികളിലൂടെയും അവർക്ക് ആ ഒരു സിറ്റിസൺഷിപ്പ് അവിടെ ലഭിച്ചിരുന്നില്ല. The Tamils felt alienated and marginalized by such laws. അപ്പോൾ തമിഴന്മാർക്ക് യാതൊരു വിധത്തിലുള്ള പ്രിവിലേജസ് അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളോ അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. അവര് സത്യമായിട്ടും എലിമിനേറ്റ് ചെയ്യപ്പെട്ടു, അവർ ഒറ്റപ്പെട്ടു പോയി. This was further complicated by the passing of Sinhala Only Act in 1956. അപ്പൊ അങ്ങനെ 1956 സിംഹള ലോ, അതായത് സിംഹളന്മാർക്കാണ് ഉള്ളത് അവകാശങ്ങൾ, അങ്ങനെ ഒരു രീതിയിലുള്ളൊരു അപ്ലിക്കേഷനൊക്കെ വന്നപ്പോഴത്തേനും ഇവർക്ക് കുറച്ചും കൂടെ ഇവരുടെ കാര്യം കഷ്ടത്തിലായി എന്നാണ് പറയുന്നത്. വിച്ച് മേഡ് സിംഹാളീസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ കൺട്രി. അങ്ങനെ ആ ഒരു നിയമം പാസ്സാക്കിയതോടുകൂടി സിംഹളിക്ക് തന്നെയാണ് അല്ലെ, സിംഹളി എന്ന് പറയുന്ന ആ ഒരു ഭാഷ ശ്രീലങ്കയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അവർ ഏറ്റെടുത്തു. Earlier English was official language. അതിന് മുൻപ് എന്തായിരുന്നു, ഇംഗ്ലീഷ് ആയിരുന്നു അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. There were widespread violent protests by Tamil collective against the Sinhala. അങ്ങനെ തമിഴന്മാരുടെ നേതൃത്വത്തിൽ അവർക്കും അവകാശം വേണം, അല്ല അവർ ഞങ്ങളും ശ്രീലങ്കയിലെ പൗരന്മാരാണ്, ഞങ്ങൾക്കും പ്രാതിനിധ്യം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവിടെ വയലന്റ് അല്ലെ കുറച്ച് റിവോൾട്ടും അതുപോലെ തന്നെ റൈറ്റ്സ് കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു. In 1972 the name of the country was changed from Ceylon to Sri Lanka. അങ്ങനെ 1972 നമ്മുടെ ശ്രീലങ്ക എന്ന പേര് സിലോൺ എന്ന പേരിനെ മാറ്റിക്കൊണ്ട് അവിടെ പുതിയതായിട്ട് ശ്രീലങ്ക എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ബുദ്ധിസം വാസ് ഡിക്ലെയർഡ് ആസ് എ പ്രൈമറി റിലീജിയൻ. അങ്ങനെ ബുദ്ധിസം ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള റിലീജിയൻ എന്നും അവർ പ്രഖ്യാപിച്ചു. ദ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് എല്ലാം, അങ്ങനെ LTTE എന്ന് പറഞ്ഞ തമിഴന്മാരുടെ ഒരു സംഘടന അവിടെ ഫോം ചെയ്തു. In 1976 with the demand for this separation, അങ്ങനെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു തമിഴ് രാജ്യം അല്ലെ, നമ്മുടെ സിംഹാളീസിന് ശ്രീലങ്കക്കാർക്ക് സിംഹളി എന്നൊക്കെ പറഞ്ഞാൽ അവര് ഓഫീഷ്യലി എടുത്തതുപോലെ തമിഴ് സംസാരിക്കുന്ന ആളുകൾക്ക് തമിഴന്മാർക്കും വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു രാജ്യം വേണമെന്ന് അവരും വാദിച്ചു. In 1983 അങ്ങനെ 1983 LTTE അല്ലെ തമിഴന്മാരുടെ സംഘടന ambushed എന്താണ് അതെ ambushed and army convoy and killed 13 soldiers. അവര് ഭയങ്കരമായിട്ട് പതിയിരുന്ന സോൾജിയേഴ്സിന്റെ വാഹനത്തെയൊക്കെ അവർ ആക്രമിച്ചുകൊണ്ട് അവരൊരു കലാപമൊക്കെ നയിച്ചു. This ambush led to the triggering of riots in which 2,205,000 Tamils died. അങ്ങനെ 2,500 അധികം തമിഴന്മാർ മരിച്ചു വീഴുന്ന വലിയൊരു കലാപമായിട്ട് ആ ഒരു റിവോൾട്ട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, the novel Funny Boy by a Tamil writer ends during the time of riots in 1983. അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇവരുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രീലങ്കൻ റൈറ്റിംഗ്സ് പഠിക്കുന്നത് എന്നതിന്റെ ഒരു ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഫണ്ണി ബോയ് എന്ന് പറയുന്ന ഒരു നോവലിനെ പറ്റിയാണ് അല്ലെ. അപ്പൊ ആ നോവൽ എഴുതിയത് ആരാണ്, ഒരു തമിഴ് റൈറ്ററാണ് അല്ലെ, ഒരു തമിഴ് റൈറ്ററിനെയാണ്. അദ്ദേഹം ഏത് കാലത്താണ് എഴുതിയത്, ഈ ഒരു നമ്മുടെ ഈ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് നമ്മൾ റിവോൾട്ട് ഒക്കെ കണ്ടു അല്ലെ, തമിഴന്മാരുടെ ആ ഒരു റിവോൾട്ടും കലാപവും ഒക്കെ നടക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ആ ഒരു ശ്രീലങ്കയുടെ ഒരു ഹിസ്റ്ററിയും അവിടുത്തെ ഒരു റിവോൾട്ടും അവരുടെ ഒരു സ്ട്രഗിളും ഒക്കെ നമ്മളെ മനസ്സിലാക്കുന്നത് ഈ നോവൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോവല് പരിശോധിക്കുന്നത്. എന്നാണ് 1983 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. The riots of 1983 marked the beginning of one of the longest running civil war in Asia and ended in 2009. അങ്ങനെ 1983 ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സിവിൽ വാർ അല്ലെ, ഈ ഒരു ജനതയുടെ യുദ്ധം 2009 അവസാനിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ആൻഡ് റിസൾട്ടഡ് ഇൻ ദ ഡെത്ത് ഓഫ് അബൌട്ട് 1 lakh സിവിലിയൻസ്. അങ്ങനെ 1 ലക്ഷത്തിലധികം പേര് ഈ ഒരു കലാപത്തിൽ മരിച്ചു വീണു. This conflict features prominently in the novel of Arjay. The central protagonist belonged to Tamil family who was forced to flee the country in the wake of the riots. അല്ലെ, അപ്പൊ നമ്മുടെ ഈ ഒരു നമ്മൾ ഈ ഒരു നോവൽ പഠിക്കുന്നത് അല്ലെ, ഫണ്ണി ബോയ് എന്ന് പറയുന്ന ഈ ഒരു നോവൽ എന്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ളതാണ്, ഒരു അർജയ് എന്ന് പറയുന്ന ഒരു പ്രോട്ടഗോണിസ്റ്റ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ. അർജയ് എന്ന് പറയുന്ന
മെയിൻ ആയിട്ടുള്ള ഒരു ഹീറോയാണ് ഇതിനകത്തുള്ളത്. ആരാണ്? ഒരു തമിഴ് ഫാമിലിയിൽ ഉൾപ്പെടുന്ന ആളാണ്. അയാൾക്ക് എന്ത് ചെയ്തേണ്ടി വന്നു? അവിടുന്ന് പോകേണ്ടി വന്നു അല്ലെ, അവിടുന്ന് ഓടി പോകേണ്ടി വന്നു. എങ്ങോട്ടാണ്? ഈ ഒരു റൈറ്റ്, അവര് ശ്രീലങ്കയിൽ താമസിച്ചിരുന്ന കലാപമൊക്കെ നടക്കുമ്പോൾ തമിഴന്മാർക്ക് അവകാശമൊന്നും കിട്ടിയില്ല, അപ്പൊ അവർക്ക് അവിടെ നിന്ന് ഓടി പോകേണ്ടി വന്നു. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് നമ്മുടെ ഒരു ഫണ്ണി ബോയ് കേട്ടോ, അതാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇനി റൈറ്റിംഗ്സ് ഫ്രം ശ്രീലങ്ക. After 1948, significant writings in English began to emerge in Sri Lanka. However, literature in English from Sri Lanka had started to emerge much earlier in 1970, when the first novel in English was published. Today, Sri Lankan English literature comprises almost all genres and examines the diaspora as well as women's discourse, apart from dealing with the ethnic violence that plague the country. But mostly the writings draw from their own cultural roots, mirroring their culture and tradition. അങ്ങനെ പിന്നീട് ശ്രീലങ്കയിലെ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റിന്റെ പശ്ചാത്തലത്തിൽ അല്ലെ, അവിടുത്തെ കലാപങ്ങളും അവിടുത്തെ ശ്രീലങ്കയിലെ ജനങ്ങളുടെ സ്ട്രഗിളും അവരുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി തമിഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നതും അത് കൊടുക്കാതെ നമ്മുടെ സിംഗാളീസ് അല്ലെ ശ്രീലങ്കൻസ് അവർക്കെതിരെ പോരാടുന്നതും ഒരുപാട് പേര് മരിക്കുന്നതും അതിനിടയിൽ ഉണ്ടാകുന്ന കുറച്ച് വയലൻസും അല്ലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പിന്നീട് വന്ന നമ്മുടെ ഈ ഒരു ശ്രീലങ്ക റൈറ്റിംഗ്സിന്റെ തീംസും അല്ലെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. Amina Hussain say English history and publishing in Sri Lanka is the smallest segment, and today it is the window to the larger world and reflect a vibrant, promising future. She says Sri Lankan writers deal with a large number of themes in their writing, such as poverty, romance and politics, and of course the civil war. അങ്ങനെ അമീന ഹുസൈൻ എന്ന് പറയുന്നത് പിന്നീട് വന്ന ഈ ഒരു ശ്രീലങ്ക റൈറ്റേഴ്സ് ഒക്കെ എന്താണ്, ലോകത്തിന് തന്നെ ഒരു വെളിച്ചം പകർന്ന റൈറ്റിംഗ്സ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ശ്രീലങ്കൻ റൈറ്റേഴ്സ് എല്ലാ തരത്തിലുള്ള തീംസും അവരുടെ ഡിസ്കോഴ്സിലൂടെ അവരുടെ റൈറ്റിംഗ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെയായിരുന്നു അതിന്റെ തീംസ് വരുന്നത്? പോവർട്ടി ഉണ്ട്, റൊമാൻസ് അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സിവിൽ വാർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള തീംസും ഇവരുടെ റൈറ്റിംഗ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളോട് പറയുന്ന കുറച്ച് ശ്രീലങ്കൻ റൈറ്റിംഗ്സ് ആണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ഏതൊക്കെയാണ്? അശോക് ഫെറി wrote several novels including Kolpati People 2005, The God Little Ceylon's World 2006, Serendipity 2009, Love in the Tsunami 2012, The Professional 2013, and The Ceaseless Chatter of Demons 2016. അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് വന്ന പ്രധാനപ്പെട്ട കുറച്ച് ശ്രീലങ്കൻ റൈറ്റേഴ്സിന്റെ നോവൽസ് ആണ്. ഇനി അടുത്ത നോക്കിക്കേ, കലാകീർത്തി കാൽമുള്ളർ 1935 to 2019, അത്രയാണ് കാലഘട്ടം, was a Sri Lankan writer, poet and journalist. He is well known for his trilogy on the burghers of Sri Lanka. അപ്പോൾ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ശ്രീലങ്കൻ പൗരന്മാരെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സും ആ കാലത്ത് പബ്ലിഷ് ആയിട്ടുണ്ട്. ദ ജാംഫ്രൂ ട്രീ 1993, യങ് അബ്ദുൽ കട, യങ് അഡൽക്ക 1994, and Once Upon a Tender Time 1995. Apart from these, he also wrote historical novels such as Colombo, a novel 2013. He won a Gratiot Award, The Jampfruit Tree 1993. അങ്ങനെ ഈ ഒരു ശ്രീലങ്കൻ റൈറ്റർ അല്ലെ, കലാകീർത്തി കാൽമുള്ളർ എന്ന് പറയുന്ന ഈ ഒരു ശ്രീലങ്കൻ റൈറ്റർക്ക് ഗ്രേഷ്യൻ അവാർഡ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് ആയിട്ടുള്ള ദ ജാംഫ്രൂട്ട് ട്രീ 1993 ആ ഒരു അവാർഡ് കിട്ടിയത്. The Gratian Prize is an annual literary prize founded in 1990 by Michael Ondaatje, the Sri Lankan-born Canadian writer, for the best work of literary writings in English by the resident of Sri Lanka. അങ്ങനെ 1992 സ്ഥാപിതമായ മൈക്കിൾ ഒണ്ടാജെ സ്ഥാപിച്ചിട്ടുള്ള ഒരു അവാർഡാണ് ഈ ഒരു ഗ്രേഷ്യൻ അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ബൈ റെസിഡന്റ് ഓഫ് ശ്രീലങ്ക അല്ലെ, ശ്രീലങ്കയിൽ താമസിക്കുന്ന ഇംഗ്ലീഷ് റെസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡാണ് കേട്ടോ. He is said to have established this award with the money he received as a joint winner of the Booker Prize for his novel The English Patient. അദ്ദേഹത്തിനും എന്താണ് 1992 അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇംഗ്ലീഷ് പേഷ്യന്റ്. ആ ഒരു ബുക്കിനും അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു ഗ്രേഷ്യൻ അവാർഡ് സ്ഥാപിച്ചത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട ശ്രീലങ്കൻ റൈറ്റേഴ്സ് ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. Ramesh Guneskara was shortlisted for the Booker as well as Guardian Fiction Prize for his debut novel By the Reef 1944. അല്ലെ, ഡെബ്യൂ നോവൽ ഏതാണ്? റീഫ് എന്ന് പറയുന്ന നോവലിന് അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് അല്ലെ
ബുക്കർ പ്രൈസ് അല്ല, ഗാർഡിയൻ ഫിക്ഷൻ പ്രൈസ് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. The novel was also nominated for a New Voice Award in the United States of America. അതുകൂടാതെ വളരെ പോപ്പുലറായി വളരെ സക്സസ്ഫുൾ ആയ ഒരു നോവൽ ആയതുകൊണ്ട് വേറെ കുറച്ച് his other works include a collection of short stories called Monkfish Moon 1992, The Sun Class 1998, Heaven's Edge 2012, The Match 2006, The Prisoner of Paradise 2012, The Noontide Toll 2014. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ. ഓക്കെ, അപ്പോൾ ഓരോ റൈറ്റേഴ്സും അദ്ദേഹത്തിന്റെ വർക്കുകളും ഏതൊക്കെയാണ് നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇനി പിന്നെയും നമ്മൾ ആ ഒരു സെക്ഷനിൽ മുഴുവൻ നമ്മുടെ ഈ ഒരു ശ്രീലങ്കൻ റൈറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട വർക്കുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിനകത്ത് നമ്മൾ വേറെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി ഏതൊക്കെയാണ്. ഇനി നോക്കാം. Roo Freeman is a Sri Lankan born writer and activities widely published globally and the author of the novels A Disobedient Girl 2009 and On Salman Lane 2013. Both her novels have been translated into many languages and she is also the editor of the anthology Extraordinary Revelation American Writers on Palestine 2015 amongst other non-fiction works. അപ്പോൾ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങൾ അല്ലെ അതും ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആരുടെയാണ്? രൂ ഫെർമിയൻ ഇസ് എ ശ്രീലങ്കൻ അല്ലെ, ശ്രീലങ്കൻ റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളുടെ പേരാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അല്ലെ. ഇനി അടുത്തായിട്ട് ആരാണ്? നിഹാൽ ഡി സിൽവ remembered for his novel The Road from Elephant Pass 2013, which was adapted into a film. He also published The Far Spent Way 2014 and The Ginevra Conspiracy 2018. He died on 28 May 2016 in the landmine explosion at the Vilpatu National Park. Shyam Selvadurai 1965 Road, The Cinnamon Gardens 1998, Swimming in the Monsoon Sea 2005, Story-Wala short fiction films from South Asian writers 2005 and The Hungry Ghosts 2013. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ റൈറ്റേഴ്സ് ആണ് കേട്ടോ, നമ്മുടെ റൈറ്റിംഗ്സ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ശ്രീലങ്കയിലെ എഴുത്തുകാരുടെ. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത വർക്കുകളാണ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് വായിച്ചാലും മനസ്സിലാവില്ല, ചിലപ്പോൾ ഓർമ്മയിൽ ഇരിക്കണമെന്നില്ല. അപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളിപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ടും ഉദ്ദേശിച്ചത് എന്തിനെ കുറിച്ച് പഠിക്കാനാണ്? നമ്മുടെ ശ്രീലങ്കയിലെ വർക്ക് അല്ലെ, ശ്രീലങ്കൻ റൈറ്റേഴ്സിന്റെ വർക്ക് ആയിട്ടുള്ള എന്താണ് നമ്മുടെ ഫണ്ണി ബോയ് അല്ലെ, ഫണ്ണി ബോയിനെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ആ ഫണ്ണി ബോയ് എന്ന് പറയുന്ന വർക്ക് ശ്രീലങ്കയിലെ ആ ഒരു കലാപത്തിന്റെ ഇടയ്ക്കൊക്കെ എഴുതിയതാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പുതിയൊരു ടേം നമ്മളിവിടെ പരിചയപ്പെടുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡങ് സ്ട്രോമാൻ കൗണ്ടർ ഓർ ബിൽഡങ് സ്ട്രോമൻ അല്ലെ. നിങ്ങൾ ആ ഒരു സ്പെല്ലിംഗ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് എവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ടൈറ്റിൽ കണ്ടോ, ബിൽഡങ് സ്ട്രോമൻ കൗണ്ടർ ഓർ ബിൽഡങ് സ്ട്രോമൻ അല്ലെ. അങ്ങനെ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടേമാണ് കേട്ടോ, ബിൽഡങ് റോമൻ കൗണ്ടർ ഓർ ബിൽഡങ് സ്ട്രോമൻ. അതായത് ഈ ഒരു ടീം അല്ലെങ്കിൽ ഈ ഒരു ടേമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഫണ്ണി ബോയ് എന്ന് പറയുന്ന ആ ഒരു കഥ അല്ലെ. നമ്മുടെ തമിഴ് റൈറ്റർ ആയിട്ടുള്ള സെൽവദുരയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ശ്രീലങ്കൻ സിവിൽ വാർ അല്ലെങ്കിൽ അതിന്റെ ആ റൈറ്റ്സിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ടേമിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതെന്താണ്, എന്ത് ടേമാണത്? അതായത് ഒരാൾക്ക് അല്ലെ ഒരു വ്യക്തിനെ എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, അവർക്ക് ഓരോ കാലക്രമേണ അവരിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും അല്ലെ. അപ്പോ ഒരാള് ഒരു സ്വഭാവം ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു വ്യക്തി ചിലപ്പം ഭയങ്കര ഒന്നിനെ കുറിച്ചും അറിവില്ലാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇമോഷണലി ഭയങ്കര വീക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മെന്റലി അവർക്ക് അത്ര സ്റ്റേബിൾ അല്ലാത്ത ആളുകളുണ്ടാവും. പക്ഷെ അവര് എന്ത് ചെയ്യും, അവര് കാലക്രമേണ അത് പഠിച്ച് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ത്രൂ ദ എക്സ്പീരിയൻസ് ബൈ ലേണിംഗ് അല്ലെ എന്തിലൂടെയാണെങ്കിലും കാലക്രമേണ അവരില് മാറ്റങ്ങൾ സംഭവിച്ച് അതൊരു പരിവർത്തനം സംഭവിക്കും അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാ വ്യക്തികളിലും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. ഇന്ന ആൾക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയ കുട്ടികൾ തുടങ്ങി വലിയ ആളുകളിൽ വരെ ആ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ എന്താണ് അറിവ് കൊണ്ട് ഉണ്ടാകുന്ന
കാലക്രമേണയുള്ള പരിവർത്തനങ്ങൾ, മാറ്റങ്ങളെയാണ് നമ്മൾ എന്തുദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ഒരു ബിൽഡിങ്സ് റോമൻ എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കഥയിലും എന്താണ്, ഈ ഒരു ഫണ്ണി ബോയ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിലും അർജെ എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ ആ ഒരു ബോയ്ക്ക് അവന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ അല്ലെ, അവൻ ആ ഒരു എന്താണ് ഒറിജിനലിനെ അവന് അട്ടിമറിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അവൻ മാറ്റം വരുത്തിയിട്ട് അവൻ്റെതായ ഒരു ഐഡന്റിറ്റി അവൻ കണ്ടെത്താൻ ശ്രമിക്കും അല്ലെ. എന്തിലൂടെയാണ്? ബൈ ലേണിംഗ് അല്ലെ, പുതിയ അറിവുകൾ സമ്പാദിച്ചുകൊണ്ട് കാലക്രമേണ അവൻ പുതിയൊരു മാറ്റം പരിവർത്തനത്തിന് വിധേയനാകുന്നു. അതിനെക്കുറിച്ചാണ് ആ ഒരു സ്റ്റോറി പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിന്റെ ബേസിലാണ്? ഒരു ശ്രീലങ്കയിലെ ആ ഒരു കലാപമൊക്കെ നടന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉദ്ദേശിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റിംഗ്സിനെയാണ് നമ്മൾ ഈ ഒരു ബിൽഡിങ്സ് റോം എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അതിന് ഇങ്ങനെയുള്ള കുറച്ച് റൈറ്റിംഗ്സിന് കുറച്ച് എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും അല്ലെ. അപ്പൊ നോക്കിക്കേ, എ ബിൽഡിങ്സ് റോമൻ ഈസ് എ ടൈപ്പ് ഓഫ് ഫിക്ഷൻ അല്ലെ. ഇതൊരു ടൈപ്പ് ഓഫ് ഫിക്ഷൻ, അത് ടൈപ്പ് ഓഫ് റൈറ്റിംഗ്സ് ആണ്. എന്തിനെ കുറിച്ചാണ്? ദാറ്റ് ഡെപിക്ട് ആൻഡ് എക്സ്പ്ലോസ് ഹൗ ദ പ്രോട്ടഗോണിസ്റ്റ് ഡെവലപ്പ് മോറലി ആൻഡ് സൈക്കോളജിക്കലി. അതായത് മോറലി അല്ലെ, അതായത് മൂല്യങ്ങളാലും അതുപോലെ തന്നെ സൈക്കോളജി, മെന്റലിയും ഇമോഷണലിയും ഒക്കെ എങ്ങനെയാണ് ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്ത് മാറ്റങ്ങൾ സംഭവിച്ച് അതിന്റെ ഒരു എൻഡിങ്ങിലേക്ക്, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലേക്ക് എത്തുന്നത് എന്നതാണ് ഈ ഒരു ബിൽഡിങ്സ് റോമൻ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? അതൊരു ഗ്രൂപ്പ് ഓഫ് ഫിക്ഷൻ ആണ് അല്ലെ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റിംഗ്സ് തന്നെ നമ്മുടെ ലിറ്ററേച്ചറിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് കുറച്ച് വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എ ബിൽഡിങ്സ് റോമൻ എൻഡ്സ് ഓൺ എ പോസിറ്റീവ് നോട്ട്. അപ്പൊ ഇങ്ങനെയുള്ള വർക്കുകളുടെ അവസാനം എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ, ഒരു എൻഡിങ്ങിലായിരിക്കും ഇങ്ങനെയുള്ള നോവലുകളൊക്കെ അവസാനിക്കുക. അതിന് എക്സാമ്പിൾ നോക്കിക്കേ. എക്സാമ്പിൾസ് ഓഫ് ബിൽഡിങ്സ് റോമൻ ആർ ജെയിൻ ഐറി. അപ്പൊ ജെയിൻ ഐറിയുടെ ഷാർലറ്റ് ബ്രോണ്ട് അല്ലെ, ഷാർലറ്റ് ബ്രോണ്ട് എഴുതിയിട്ടുള്ള ജെയിൻ ഐറി എന്ന് പറയുന്ന ആ ഒരു നോവല്, അത് ഒരു ബിൽഡിങ്സ് റോമൻ എന്ന് പറയുന്ന ആ ഒരു ഫിക്ഷൻ ഓഫ് ടൈപ്പിന് ഉദാഹരണമാണ് കേട്ടോ. ഇനി അടുത്താണ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ബൈ ചാൾസ് ഡിക്കൻസ് അല്ലെ. ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ലിറ്ററേച്ചർ വർക്കാണ് അല്ലെ. അപ്പൊ ആ ഒരു ബുക്കും എന്താണ്? ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് എൻഡിങ് ഉള്ളതാണ്. പിന്നെ അടുത്ത എന്താണ്? ആൻ ഓഫ് ഗ്രീൻ ഗേബിൾസ് ബൈ ലൂസി മോഡ് മൊണ്ടോഗമറി അല്ലെ. അപ്പോൾ ആ ഒരു വർക്കും ഇതുപോലത്തെ തന്നെ ഒരു ഫിക്ഷൻ എക്സാമ്പിൾ ആണ്. അടുത്ത എന്താണ്? സൺസ് ആൻഡ് ലവേഴ്സ് അല്ലെ, ബൈ D.H. ലോറൻസ്. D.H. ലോറൻസിന്റെ സൺസ് ആൻഡ് ലവേഴ്സും ഒരു പോസിറ്റീവ് ആയുള്ള എൻഡിങ് ആണ്. അതിന്റെ ഇടയ്ക്ക് എന്താണ്? കുറെ അധികം അല്ലെ, കുറെ അധികം എന്താണ്, നമ്മുടെ കുറച്ച് അട്ടിമറികളും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ചാലഞ്ചസും അല്ലെ, അങ്ങനെ കുറച്ച് സെൽഫ് റിയലൈസേഷൻ, അതുപോലെ തന്നെ സപ്പോർട്ടിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ അവസാനത്തിൽ എന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അടുത്ത എന്താണ്? മാർഗരറ്റ് മിച്ചൽ, Catcher in the Rye 1951 by J.D. Salinger, To Kill a Mockingbird 1960 by Harper Lee, Black Swan Green 2006 by David Mitchell and Skippy Dice 2010 by Paul Murray. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്? ഈ ഒരു ബിൽഡിങ്സ് റോമൻ എന്ന് പറയുന്ന ഈ ഒരു ഫിക്ഷന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന വർക്കുകളാണ്. ഇനി നമുക്ക് നമ്മുടെ ഫണ്ണി ബോയ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിലെ കഥ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. എന്താണ്? The funny boy explores Archie's journey into adulthood. അപ്പോൾ നമ്മുടെ ഈ ഒരു അഡൽട്ട് യങ് അഡൽട്ട് ഫിക്ഷൻ ആണെന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ ഒരു അഡൽട്ടിലേക്കുള്ള ഒരു യാത്രയാണ് അല്ലെ, ഈ ഒരു കുട്ടിയുടെ അഡൽട്ട് കാലഘട്ടത്തിലേക്കുള്ള ഒരു യാത്രയെ കുറിച്ചാണ് ഈ ഒരു വർക്കിൽ പറഞ്ഞിരിക്കുന്നത്. The novel has 6 sections and each of 3 sections Archie come across a different social, cultural or political construct. അപ്പോൾ ഈ ഒരു നോവലിന് 6 ഭാഗങ്ങളുണ്ട് അല്ലെ, 6 സെക്ഷൻ ആയിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ സെക്ഷനിലും ആ കുട്ടി കടന്നു പോകുന്ന സോഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ കോൺസ്ട്രക്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദി നോവൽ ഷോസ് ദ കോൺഫ്ലിക്റ്റ് എമംഗ് എത്നിക്, നാഷണൽ ആൻഡ് സെക്ഷൽ ഐഡന്റിറ്റീസ്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചും അവരുടെ രീതികളെ കുറിച്ചും ഒക്കെ നമ്മളോട് പറയുന്നുണ്ട്. അർജെ ഹു ബിലോങ്സ് ടു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെ. ആരാണ് അർജെ? ബിലോങ്സ് ടു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ടതാണ്, തമിഴ് ഫാമിലിയിലാണ് അല്ലെ. സോ ദ ഹൊറർ ഓഫ് ദ ട്രൈബ്സ്. അപ്പോൾ നമ്മുടെ അന്ന് നടന്ന ആ കലാപത്തിന്റെ എല്ലാ തീവ്രഭാവങ്ങളും ഈ ഒരു അർജെ എന്ന് പറയുന്ന ഈ ഒരു തമിഴ് ഫാമിലിയിൽ ബിലോങ് ആയിട്ടുള്ള ഈ ഒരു കുട്ടി കണ്ടിട്ടുണ്ട്, അവൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. When Arjay's paternal aunt Radha
falling in love with a Singhali man Anil. Arjay's grandparents are aghast. അപ്പോൾ ഈ നമ്മുടെ അർജയുടെ ആന്റി രാധ അവിടെയുള്ള ഒരു ശ്രീലങ്കൻ യുവാവുമായിട്ട് പ്രണയത്തിലാണ്. അപ്പൊ ഈ അർജയുടെ ഗ്രാൻഡ് പാരന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കരമായിട്ട് പരിഭ്രാന്തരാകുന്നു, അവർക്ക് പേടിയാണ് അല്ലെ. To put an end to her relationship with Anil, they sent Radha to one of their relatives' place in Jaffna. അങ്ങനെ ആ പ്രണയബന്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാധ എന്ന് പറയുന്ന പെൺകുട്ടീനെ ആന്റണി എന്ത് ചെയ്യുന്നുണ്ട്? അവര് ശ്രീലങ്കയുടെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് ഇവരുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലേക്ക് മാറ്റുന്നുണ്ട്. Located in the northeastern part of Sri Lanka, on her way back in Colombo, Radha is physically assaulted by armed Sinhalese men during an episode of ethnic violence. അങ്ങനെ ഈ രാധ നമ്മുടെ കൊളംബോയിലേക്കുള്ള യാത്രക്കിടയിൽ ഈ ശ്രീലങ്കൻ പൗരന്മാരാൽ ആക്രമിക്കപ്പെടും, അവരെ പീഡിപ്പിക്കപ്പെടുന്നു, ഭയങ്കരമായിട്ട് ഫിസിക്കലി അസാൾട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നാച്ചുറലി ദേഷ്യം. കാരണം ശ്രീലങ്കൻ യുവാവിനെ പ്രണയിക്കുന്നതിനാണ് ഇവിടെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. പക്ഷെ ശ്രീലങ്കയിലെ തന്നെ മറ്റുള്ള യുവാക്കളാൽ ഇവിടെ പീഡിപ്പിക്കുന്നു, അവർക്ക് അതിനുള്ളൊരു ദേഷ്യമൊക്കെ കാണുന്നുണ്ട്. This shows how ethnic violence persecutes the female body and creeps into the most personal relationship. അപ്പോൾ ഈ ഒരു ബന്ധം അല്ലെ, ആരാളോട് നമ്മൾ അവർക്ക് പാരന്റ്സിന് എന്തായിരുന്നു? ശ്രീലങ്കൻ യുവാവിനെ കൊടുക്കില്ല അല്ലെ, അവരുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ആ ആൾക്കാരാൽ തന്നെ എന്ത് ചെയ്തു? പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ അവസാനം അവരോട് പിന്നീട് കുറച്ചും കൂടെ ദേഷ്യം, എന്തായാലും ശ്രീലങ്കയിലെ തന്നെ ആളുകളെ കല്യാണം കഴിക്കുമെന്ന് നിങ്ങൾ പിന്നീട് തീരുമാനിക്കും. After these incidents, Radha's resolve to marry against her family's wishes is weakened and she eventually gave in to their demands. അങ്ങനെ ആദ്യമൊക്കെ എതിർത്ത് നിന്നെങ്കിലും പിന്നീട് വീട്ടുകാരുടെ സമ്മതത്തിന് വഴങ്ങുകയാണ് ചെയ്യുന്നത്. This also a painful learning experience for Arjay about the fallings of true love. അപ്പോൾ ഈ ഒരു അറിവ് ഈ അർജയ് എന്ന് പറയുന്ന കുട്ടിക്ക് വളരെ പെയിൻഫുൾ ആയിട്ട് തോന്നും. കാരണം അവരത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരാണ് അല്ലെ. പക്ഷെ ഈ ഒരു എന്താണ് ഒരു വർഗീയത അല്ലെങ്കിൽ ഈ ഒരു ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ ആ ഒരു ട്രൂ ലവ് എന്ന് പറയുന്നതിനെ ഒന്നില്ലാതാക്കി കളഞ്ഞു. Arjay's own mother also once loved Daddy, a member of the Burger community, half Dutch, half Sri Lankan, and their relationship did not receive social sanction. Later, she went for a marriage of convenience. അങ്ങനെ ഈ അർജയുടെ അമ്മയ്ക്ക് തന്നെ കല്യാണത്തിന് മുമ്പ് എന്തുണ്ടായിരുന്നു? ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അല്ലെ. അത് ആരുമായിട്ടായിരുന്നു? ഒരു അതായത് ഹാഫ് ഡച്ചും ഹാഫ് ശ്രീലങ്കനുമായിട്ടുള്ള ഒരാളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ എന്തായിരുന്നു? അതിന് സോഷ്യൽ സാങ്ഷൻ അല്ലെ, എല്ലാവരും അംഗീകരിക്കപ്പെടില്ല, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുള്ളത് കൊണ്ട് അവരതിനെ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നീട് അവര് വീട്ടുകാരുടെ സമ്മതത്തിന് വഴങ്ങി കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. The Tamil Sinhala conflict can be felt in Arjay's school as well. അങ്ങനെ ഈ അർജയുടെ സ്കൂളിലും ഈ ഒരു തമിഴന്മാരുടെയും ഈ ഒരു ശ്രീലങ്കൻസിന്റെയും ഈ ഒരു യുദ്ധത്തിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. At a poverty recitation to be held on the annual day, he is told that he will be supporting the Tamil cause of performing well. The most agonizing influence the ethnic conflict can be seen into the riots that happen towards the end of the novel. അങ്ങനെ ഈ ഒരു നോവലില് പല സ്ഥലത്തും നമുക്ക് എന്ത് കാണാം? ഈ ഒരു റയറ്റിന്റെ ഭീകരതയും അതുമൂലം ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട്. Arjay's grandparents are killed in the violence and his family is forced to migrate to Canada. അങ്ങനെ അർജയുടെ ഫാമിലി അവിടെ ഉണ്ടായിരുന്ന ആ കലാപത്തില് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ കൊല്ലപ്പെടുകയാണ് അല്ലെ. ശ്രീലങ്കൻസും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. അങ്ങനെ അർജയും ഫാമിലിയും എങ്ങോട്ട് മാറുന്നു? അവർ കാനഡയിലോട് നിർബന്ധിതമായിട്ട് കുടിയേറ്റക്കാരായിട്ട് പോകാനായിട്ട് നിർബന്ധിച്ചു. ലീവിംഗ് ബിഹൈൻഡ് മച്ച് ഓഫ് ദെയർ വെൽത്ത്. എന്താണ്? അവർ സമ്പാദിച്ച അവരുടെ സ്വത്തെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ പോകാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. Arjay's harbors are a strong sense of alienation on two distinct levels, both as a homosexual and as a member of minority ethnic community. അങ്ങനെ അർജയ്ക്ക് എന്താണ്? അവൻ ആകെ ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ്, അതുപോലെ ഒരു സ്വവർഗ അനുരാഗി അല്ലെ, അങ്ങനെ ഒരു രീതിയിലും അവൻ മാറ്റപ്പെടുകയാണ് അല്ലെ. പിന്നെ എന്താണ്? Pigs can fly. He is caught in the middle of the gendered spatial division, wherein girls and boys have separate areas earmarked for them. അങ്ങനെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേറെ വേറെ കളിക്കുന്ന ഏരിയാസ് അങ്ങനെയൊക്കെ തിരിച്ചു കഴിയുമ്പോൾ അവനത് അറിയില്ല, അവനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. Before he is prohibited from playing with the girls because of his cousin Tanuja's interference. Arjay's because the unquestioned leader of the girls gang because of his imagination. അങ്ങനെ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഇടവളർന്ന് കഴിച്ചപ്പോൾ നമ്മുടെ ഈ ഒരു കസിൻ വന്നിട്ട് അതിൽ ഇടപെടുകയാണ് അല്ലെ. തനുജ വന്നിട്ട് പറയാണ്,
നിങ്ങൾ അപ്പുറം പോയി കളിക്കും ഇപ്പുറം പോയി കളിക്കുന്ന മാറ്റിയൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ ഇവന്റെ ഒരു ഐഡന്റിറ്റി, ഇവന്റെ ഒരു ഇമാജിനേഷൻ എന്താണ് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് നിൽക്കുകയാണ്. ത്രൂ ഫാന്റസി ഹി ട്രാൻസ്ലേറ്റ്സ് ഹി സൊസൈറ്റീസ് ഇമ്പോസ്ഡ് ജെൻഡർ റോൾസ്. അങ്ങനെ ഇവന്റെ ഒരു ഇമാജിനേഷനിലൂടെ പിന്നീട് ഇവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫോർ എ ബ്രീഫ് പീരീഡ് അർജീസ് മാനേജ് ടു ഫൈൻഡ് ഹാപ്പിനെസ് ബൈ inhabiting a space and indulging in activities that are considered inappropriate for boys as per the norms of society. അങ്ങനെ ആൺകുട്ടികൾക്ക് മാത്രം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ ഇവൻ അവന്റെ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ കണ്ടെത്തുന്നുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ വേസ് ഇൻ വിച്ച് ആർജെ ചലഞ്ചസ് ഹെട്രോനോർമേറ്റീവ് ട്രഡീഷൻസ്. അങ്ങനെ അർജ ഒരു തരത്തില് ഈ ഒരു സൊസൈറ്റിനെ വെല്ലുവിളിക്കുകയാണ്. ദിസ് റെവല്യൂഷൻ മൈറ്റ് ബി ഷോർട്ട് ലിവ്ഡ് ആൻഡ് അൺസക്സസ്ഫുൾ ഇൻ ദ ലോങ് റൺ, but he can imagine an alternative to the ordinary traditions. RJ's feelings both as a student and as a homosexual is the beginning to embrace sexuality. അങ്ങനെ അവന്റെ ആ ഒരു സെക്ഷുവാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ്, എന്റെ ഒരു ഐഡന്റിറ്റി എന്താണെന്ന് അവൻ ചോദിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. Significantly, his idea takes hold of Arju's consciousness after his first sexual encounter with Sehan, which takes place in the garage of his house. അങ്ങനെ തന്റെ ഐഡന്റിറ്റി എന്താണ്, അല്ലെ ഞാൻ എന്താണ് എന്നൊരു തിരിച്ചറിവ് അവൻ ഉണ്ടാകുന്ന ഏതോടുകൂടിയാണ് അവന്റെ ഒരു കസിനുമായിട്ട്, ഒരു ഷെഹാൻ എന്ന് പറയുന്ന അവന്റെ ഒരു റിലേറ്റീവുമായിട്ട് ആദ്യമായിട്ട് അവനൊരു സെക്ഷൽ ഇന്ററാക്ട്, അല്ലെ ഒരു സെക്ഷൽ ഒരു വന്ന ശേഷമാണ് അവൻ മനസ്സിലാക്കുന്നത്. ഒരു ഹോമോസെക്ഷൽ ആയിട്ട് ആൺകുട്ടിയും അല്ലെ സെക്ഷലി അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്, അയ്യോ ഞാൻ ചെയ്ത് തെറ്റാണ്, എന്റെ ഐഡന്റിറ്റി ഇതല്ല എന്നൊക്കെ അവൻ മനസ്സിലാക്കുന്നത്. Immediately after that, RJ experiences shame and feel disgusted with himself. അതിനുശേഷം അവന് ഭയങ്കര ഷെയിം ഒക്കെ തോന്നുകയാണ്, അല്ലെ എന്തൊരു കുറ്റം, ഒരു നാണക്കേടൊക്കെ അവന് തോന്നുന്നുണ്ട്. He becomes extremely conscious of his family's gaze on him. He seems to have internalized their sense of discomfort with the very prophet of homosexual behavior. അങ്ങനെ അവന്റെ ആ ഒരു ഹോമോസെക്ഷൽ ബിഹേവിയറിൽ വളരെയധികം ഒക്കെ തോന്നുകയാണ് ചെയ്യുന്നത്. When he thinks about the countless times that Shehan had come to his aid, that he begins a process of embracing their relationship. At this moment, he disassociates himself from his family's views and develops a unique individual sense of self. അപ്പോൾ ഈ ഒരു കസിനുമായിട്ട് ഇങ്ങനെ റിലേഷൻ ഒക്കെ തുടങ്ങിയപ്പോൾ ഇവൻ എന്തായി, ഇവൻ നാച്ചുറലി ഫാമിലിയിൽ നിന്ന് ഡിസ്പാച്ച് ആയി, അല്ലെ അവന് ഒരു ഡിസ്ട്രാക്ഷൻ വന്നു തുടങ്ങി. അവരുടെ ആ ഒരു ഫാമിലി ഒരു യൂണീക്ക്, അല്ലെ അവന് യൂണീക്ക് ആയിട്ട് ഒരു ഐഡന്റിറ്റി ആയിട്ട് അവൻ മാറി നിന്നു. He goes against the moral code of his parents. അങ്ങനെ ഒരു മോറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല അവൻ ചെയ്യുന്നവന് മനസ്സിലായി. അവന്റെ പാരന്റ്സിന്റെ ആ ഒരു മോറൽ കോഡിൽ നിന്ന് അവൻ വ്യത്യസ്തമായിട്ട് അവൻ നിന്നു തുടങ്ങി. As he moves towards healthy acceptance of his homosexual relationship with Sehan, he makes the conscious choice to prioritize his individual judgment over his sense of belonging to a community. He learns to embrace his sexuality and moves towards a wholesome development of his individual self. RJ's sexual disposition is categorically demonized by society. For his coming of age journey to reach meaningful conclusion, he has to against society and his gender expectations. അപ്പോൾ അവൻ എന്താ മനസ്സിലാക്കുന്നത്, അവന്റെ ഒരു ഐഡന്റിറ്റിയിലേക്ക് അവൻ എത്താനുള്ള ഒരു ദൂരത്തിൽ അവൻ എന്തൊക്കെ ചെയ്തു, സൊസൈറ്റിയുടെ നോംസിൽ നിന്നൊക്കെ മാറി നിൽക്കും, അല്ലെ മാറി നിന്നിട്ട് എഗെയിൻസ്റ്റ് ജെൻഡർ, അല്ലെ എഗെയിൻസ്റ്റ് ദ സൊസൈറ്റീസ് നോംസ് ആൻഡ് ട്രഡീഷൻസ്, അതിൽ നിന്നൊക്കെ അവൻ നടന്നുപോയി അവൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. Therefore, the novel has been often read as a counter building snob and de-genders homogenic traditions. അപ്പോൾ ഈ ഒരു നോവൽ നമുക്ക് ഒരു കൗണ്ടർ ആണെന്ന് പറയാം, അല്ലെ ഒരു പോസിറ്റീവ് ആയിട്ടൊരു നമ്മുടെ ആദ്യം പഠിച്ചു നമ്മൾ, അല്ലെ ഒരു ബിൽഡിംഗ് റോമൻ എന്ന് പറയുന്ന ആ ഒരു ഫിക്ഷന് ഒരു കൗണ്ടർ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നോവലാണെന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലെ. It presents an alternative point of view of a character whose journey towards self-realization is achieved by challenging and supporting the status quo. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഒരു നിലവിലുള്ള ഒരു സ്ഥിതി, അല്ലെ നിലവിലുള്ള ഒരു സൊസൈറ്റിയെ അട്ടിമറിച്ചുകൊണ്ട് അവരുടെ ആ ഒരു സൊസൈറ്റിയുടെ നോംസ് ആൻഡ് കണ്ടീഷൻസിനെ ഒക്കെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു അർജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്നതെന്ന് പറയാം, അല്ലെ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു എൻഡിങ് ആയിട്ട് നമ്മോട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ഫണ്ണി ബോയ് എന്ന് പറയുന്ന ഈ ഒരു നോവലിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ
വളരെ സിമ്പിൾ ആയിട്ട് ഉള്ളൊരു നോവലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡീറ്റെയിൽസ് കുറച്ചും കൂടി വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം, സമ്മറി ഒന്നുകൂടെ വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ കൂടുതലായിട്ടും ശ്രീലങ്കൻ റൈറ്റിംഗ്സിനെ കുറിച്ച് നമുക്കറിയണം. കൂടുതലായിട്ടും നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ കാണുന്നത് എന്താണ്, കുറച്ച് ഓതേഴ്സും അവരുടെ വർക്കുകളും പബ്ലിഷിംഗ് ഇയറുമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് നമ്മളൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് റീഡ് ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇവിടെ ബാക്കിൽ എല്ലാ ചാപ്റ്റേഴ്സിലെ പോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നമ്മൾ പഠിച്ച ആ റൈറ്റേഴ്സിന്റെ പേരുകളും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, മാർക്കൊന്നും പോകാതിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും വായിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.